കുറ്റ്യാടിയിൽ തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കാണുമ്പോൾ അക്രമം അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് CPM പരീക്ഷിക്കുന്നത് എന്ന് UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള. 10 ദിവസം മുൻപ് കണ്ണൂരിൽ KSU പ്രവർത്തകൻ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് തോടന്നൂരിൽ രാത്രി വീടിന് ബോംബെറിഞ്ഞു. പ്രതികളെ പിടികൂടിയപ്പോൾ പ്രദേശത്തെ CPM നേതാക്കളാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവിടെ ബോംബ് കൃഷി നടക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ പെട്രോൾ ബോംബ് എറിഞ്ഞ് UDFന്റെ ബോർഡും പോസ്റ്ററുമൊക്കെ നശിപ്പിച്ചത്. പരാജയ ഭീതിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. മണിയൂർ തെരു ക്ഷേത്രത്തിൽ LDF സ്ഥാനാർത്ഥിയെ ആരോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് അവാസ്തവമാണ്. അങ്ങനെയൊരു സംഭവം മണിയൂരിൽ ഉണ്ടായിട്ടില്ല. ഞാനും അന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അവിടെ അങ്ങനെയൊരു സംഭവം ഞങ്ങളാരും കണ്ടിട്ടില്ല. അവിടെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അവിടെയുള്ള CPMകാർ എന്നെ വെറുതെ വിട്ടില്ലായിരുന്നു. ഇതൊക്കെ ആസൂത്രിതമായി കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. ജനം തള്ളിക്കളയുമെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. അക്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു നിലപാടിനോടും ഞങ്ങൾ യോജിക്കില്ല. പൂർണ്ണമായും ഗാന്ധി മാർഗത്തിലുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കാണുമ്പോൾ അക്രമം അഴിച്ചുവിട്ടാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പൊ ചിലരൊക്കെ പരീക്ഷിക്കുന്നത്. ഇപ്പോ ഏതാണ്ട് ഒരാഴ്ച 10 ദിവസം മുമ്പാണ് കണ്ണൂരിൽ KSUക്കാര് കരിങ്കൊടി കാണിച്ചു എന്നതിന്റെ പേരിൽ KSU പ്രവർത്തകന്റെ വീടിന് നേരെ രാത്രി ഇരുളിന്റെ മറവിൽ വലിയ ബോംബാക്രമണം നടക്കുക. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രതികളെ പിടിക്കുമ്പോൾ പ്രതികൾ അവിടുത്തെ CPMന്റെ നേതാക്കന്മാരാണ് ആ പ്രദേശത്തെ. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു ബോംബ് കൃഷി നടക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ സൂചനയാണ് ഇന്നലെയും അവിടെ പെട്രോൾ ബോംബാണ് എറിഞ്ഞതെന്ന് തോന്നുന്നു. അവിടെ പോസ്റ്ററും ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരാജയ ഭീതിയിൽ നിന്ന് ഉണ്ടായ ഉടലെടുത്ത സാധനമാണ്. ഞങ്ങള് മറ്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇവിടെ ഇപ്പോൾ ജനപ്രതിനിധിയായിട്ടുള്ള ആളുകളെ UDFകാർ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് അവാസ്തവമാണ്. അങ്ങനെ ഒരു സംഭവം മണിയൂരിലും ആ പ്രദേശത്തും ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചത് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് വ്യത്യാസത്തിലാണ് ക്ഷേത്രത്തിൽ. അവിടെ ഒരു കുഴപ്പവും അതുപോലെ എന്തോ വാക്കേറ്റമോ അല്ലെങ്കിൽ എന്തൊക്കെ ചോദിച്ചപ്പോൾ 2 വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതല്ലാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടല്ലോ. മണിയൂർ പോലൊരു പ്രദേശത്ത്, അത് മണിയൂർ തെരുവില്